ഷാജാൻജി ഇവിടെ നമ്മളെ ഭയങ്കര ഒരു സംഭവമായിട്ട് അവതരിപ്പിച്ചൊക്കെയാണ്. അതായത് എൻ്റെ പേര് റഹീം, എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരാണ് സ്വദേശം. നമ്മളുടെ ഇപ്പം ഞാനിതിൽ ഈ സദസ്സിൽ കാണുന്നത് വലിയൊരു പോസിറ്റീവ് വൈബാണ്. കാരണം സാധാരണ ആർക്കും ഇപ്പോൾ സമയമില്ല, സമയം ഭയങ്കര ഒരു പ്രശ്നമാണ്, സമയം ഒന്നിനും തികയുന്നില്ല. ഒരു ദിവസം ഒഴിവാക്കിയെടുത്ത് നിങ്ങൾ ഇത്ര പേര് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് തന്നെ വലിയൊരു മാറ്റത്തിൻ്റെ തുടക്കമാണ്. കാരണം ഒന്നുകിൽ നമ്മൾ ബിസിനസ്സിനെ പറ്റി ആഗ്രഹിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ ചെറിയ രീതിയിൽ എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും. ഇപ്പോൾ ഷാജേട്ടനിൽ നിന്ന് മനസ്സിലായത് MBA സ്റ്റുഡൻസും ഒരു 8-10 പേര് ഇവിടെ ഉണ്ടെന്ന് കേട്ടു. അപ്പോൾ അതൊരു വലിയ സന്തോഷമായിട്ട് തോന്നി. അപ്പോൾ എൻ്റെ സംരംഭം എന്ന് പറയുന്നത് ഇപ്പം നേരത്തെ പറഞ്ഞ രീതിയിൽ 2018 സ്റ്റാർട്ടിങ്. വീട്ടിലെ അടുക്കളയിൽ നിന്നാണ് ഞാൻ എൻ്റെ സംരംഭം സ്റ്റാർട്ട് ചെയ്തത്. ഞാനും എൻ്റെ വൈഫും കൂടെ കൂടിയിട്ടാണ്. അപ്പം അതിനു മുമ്പ് എനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞ ഒരു ആശയം മാത്രമാണ്. അതായത് വടക്ക് ഭാഗത്തുനിന്ന് തേങ്ങ ഉപ്പ് ചേർത്ത് അരച്ച് വരുന്നുണ്ട്. അത് നമ്മൾ വാങ്ങി ഹോട്ടലുകളിൽ സപ്ലൈ ചെയ്താൽ ഒരു പാക്കറ്റിന് നമുക്ക് എന്ത് ചെയ്യും, 20 രൂപ നമുക്ക് ഒരു പാക്കറ്റിന് പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ നമ്മളെല്ലാവരും എങ്ങനെ കണക്ക് കൂട്ടുക? 100 പാക്കറ്റ് കിട്ടി കഴിഞ്ഞാൽ 2000 രൂപ കിട്ടി. നമ്മൾ അങ്ങനെയുള്ള കൂട്ടുക. അപ്പോൾ എന്തായാലും എൻ്റെ കയ്യിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല. ശരിക്കും നമ്മുടെ കയ്യിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാതെ വലിയൊരു പരിപാടിയിലേക്ക് പോകാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ സ്വന്തമായിട്ടൊരു പരിപാടി വേണം. അതിന് തിരഞ്ഞെടുത്ത് നമ്മുടെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു തന്നൊരു ആശയമാണ് തേങ്ങ അരച്ചത് കൊണ്ടുപോയി സപ്ലൈ ചെയ്യാന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ സപ്ലൈ തുടങ്ങി. കുറേ കടകളിൽ നമ്മൾ പോയി. കുറേ കടകളിൽ, ഹോട്ടലുകൾ, എറണാകുളം ടൗണിലുള്ള കുറേ ഹോട്ടലുകളിൽ, 5 സ്റ്റാർ ഹോട്ടലുകളിലും സാധാ ഹോട്ടലുകളിലെല്ലാം പോയിട്ട് ഈ തേങ്ങ അരച്ചത് കൊടുക്കും. അപ്പോൾ അത് ഉപ്പ് ചേർത്തിട്ട് അരയ്ക്കുന്നത്. ഉപ്പ് ചേർത്ത് അരച്ചാൽ അധികം പെട്ടെന്ന് കേടാവില്ല. ഇന്നുണ്ടാക്കുന്ന സാധനം നാളെ രാവിലെ വരെ കേടാവാതിരിക്കും. ഒരറിവും കൂടെ ആയില്ലേ, ഉപ്പ് ചേർത്ത് അരച്ചാൽ അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പോൾ പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ അത് അങ്ങോട്ട് വർക്കൗട്ട് ആയില്ല. ഒരു 6 മാസത്തോളം നമ്മൾ അതിൻ്റെ പുറകിൽ നമ്മൾ ശ്രമിച്ചു. എനിക്ക് കിട്ടിയത് ആകെ 1 കിലോ ഓർഡറാണ്. ഈ 1 കിലോ ഓർഡർ കൊണ്ട് ഞാൻ 36 കിലോമീറ്റർ പോകണം. ഒന്നെങ്കിൽ ബൈക്കിലോ അല്ലെങ്കിൽ കാറിലോ ആയിരിക്കും പോവുക. പക്ഷേ അവിടെ നമ്മളൊരു സംരംഭകർ എന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഒന്ന് ഭയങ്കര ക്ഷമ വേണം. നമുക്കെന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു സംരംഭത്തിലേക്ക് ഇറങ്ങിയാൽ നമുക്ക് പാതി വഴിയിൽ ഇട്ടിട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഈ 6 മാസം നമ്മൾ ക്ഷമിച്ച് നിന്നു. അപ്പോഴും നമുക്കറിയാം നമ്മൾ നല്ലൊരു പ്രോഡക്റ്റാണ് നമ്മൾ മാർക്കറ്റിൽ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ഇന്നല്ലെങ്കിൽ നാളെ നമുക്കതിനെ സക്സസ് ആക്കി എടുക്കാൻ കഴിയും. അപ്പോൾ പല ഷോപ്പുകളിലുള്ള ആളുകളും ഇതിൻ്റെ ക്വാളിറ്റീനെ പറ്റി ചോദിച്ചപ്പോൾ നമ്മൾ ചെയ്യാത്തൊരു പ്രോഡക്റ്റ് അതിൻ്റെ ക്വാളിറ്റീനെ പറ്റി പറയാൻ നമുക്ക് എന്ത് ചെയ്യത്തില്ല, കൃത്യമായിട്ട് പറയാൻ കഴിയാത്തതുകൊണ്ട് ഞാനും എൻ്റെ സുഹൃത്തോടെ കൂടിയിട്ട് ഇത് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലത്ത് പോയി. ആ സ്ഥലത്ത് പോയി കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്കത്ര അവിടുത്തെ അന്തരീക്ഷം അത്ര ഇഷ്ടമായിട്ട് തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ നാടിൻ്റെ പേരും സ്ഥാപനത്തിൻ്റെ പേരും ഒന്നും പറയാത്തത്. മനസ്സിലായില്ലേ? അപ്പോൾ അതിനുശേഷം ഒരു കാറ്ററിംഗുകാരൻ എന്നോട് ചോദിച്ചു, ഇത് നിങ്ങൾക്ക് സ്വന്തം ചെയ്തൂടെ, നിങ്ങൾ ചെയ്തു തന്നാൽ ഞങ്ങൾ എന്ത് ചെയ്തോളാം, എടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ 7500 രൂപ കൊടുത്തൊരു മിക്സി വാങ്ങി, ഒരു ഹൈപ്പവർ മിക്സി വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടിട്ട് എന്ത് ചെയ്തു, വൈഫിനെ കൂട്ടിയിട്ടാണ് പരിപാടി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അദ്ദേഹം കുറച്ച് തേങ്ങ അരച്ചതെടുക്കും. പിന്നെ നമ്മൾ പതിയെ അദ്ദേഹം നമ്മളോട് തേങ്ങ വറുത്തരച്ചത് ചോദിച്ചു. അപ്പോൾ വറക്കാൻ തുടങ്ങി. ഒരു ഉരുളി വാങ്ങി. പിന്നെ ഒരു 15 ലിറ്ററിൻ്റെ ഒരു ഗ്രൈൻഡറോടെ വാങ്ങി. കുറച്ചുകൂടി ഇതായി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിനി വീടിൻ്റെ ഉള്ളിൽ നിന്ന് മാറ്റിയില്ലെങ്കിൽ പരിപാടി നിന്നു പോകും. കാരണം തേങ്ങ പാല് വേണം, തേങ്ങ അരച്ചത് വേണം, തേങ്ങ വറുത്തരച്ചത് വേണം. വൈഫിൻ്റെ കൈയൊക്കെ ഇളക്കാൻ തുടങ്ങിയപ്പോൾ അങ്ങനെ ഒരു പരിപാടി എന്ത് ചെയ്യൂല, ഒരു വീട് ആകെ അലങ്കോലപ്പെടും. കുറച്ച് വർക്കൗട്ട് ചെയ്യുമ്പോൾ തന്നെ വീട് മൊത്തം എന്താവും. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി ഇത് ഇവിടുന്ന് മാറ്റേണ്ട ഒരു സ്റ്റേജായി. അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചോദിച്ചാൽ ഒരു 2500 സ്ക്വയർ ഫീറ്റിൽ ഒരു വീടിൻ്റെ ബേസ്മെൻറ്റിൽ ഒരു റൂം വാടകയ്ക്ക് എടുത്തു. അത് 2018 ഓഗസ്റ്റ് 15 അത് ഓപ്പണിങ്ങിൻ്റെ അന്നാണ് ഫസ്റ്റ് വെള്ളപ്പൊക്കം. അന്നത്തെ ദിവസം തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ പരിപാടി തുടങ്ങിയത്. അപ്പോൾ എൻ്റെ വാക്കുകളിലൂടെ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, വെള്ളപ്പൊക്കവും പ്രശ്നമല്ല, കൊറോണയും പ്രശ്നമല്ല, ഒന്നും പ്രശ്നമല്ല എന്നല്ല ഇതിൻ്റെ ഉള്ളിൽ കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഗ്രാജുവലി അത് നിങ്ങൾ വായിച്ചോളാം. അപ്പോൾ ഫസ്റ്റ് വെള്ളപ്പൊക്കം, പിന്നെ അതിനുശേഷം 2ാമത് ഫ്ലഡ് വന്നു,
പിന്നെ അതിനുശേഷം കൊറോണ, അന്ന് മുതൽ ഇന്ന് വരെ നിരന്തരമായ കൊറോണയാണ്. നമ്മളങ്ങനെ ആ റൂമിലേക്ക് മാറി തേങ്ങ ചിരകാൻ തുടങ്ങി. ഈ ചിരകിയ തേങ്ങ എറണാകുളത്ത് കുറച്ച് 5 സ്റ്റാർ ഹോട്ടലുകളിൽ സപ്ലൈ തുടങ്ങി. അപ്പോൾ 2018 ഓഗസ്റ്റിൽ 15 തുടങ്ങിയ സ്ഥാപനം നമ്മൾ കുറേ രീതിയിൽ നോക്കിയിട്ട് മാർക്കറ്റിംഗ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നടക്കുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നി എന്നാൽ പിന്നെ കുറച്ചുകൂടി ബാംഗ്ലൂർ പോലത്തെ സിറ്റിയിലാണെങ്കിൽ കുറേ കൂടി ചിലപ്പോൾ ചെയ്യും, ഇതിന് സാധ്യതയുണ്ട്. അപ്പം നമ്മൾ തണുപ്പിക്കും. ഒരു സാധാ ഫ്രീസർ 2 ബേക്കറികളിൽ ഉപയോഗിക്കുന്ന ചെസ്റ്റ് ഫ്രീസർ വാങ്ങി തണുപ്പിക്കും. കാരണം തേങ്ങ പെട്ടെന്ന് ചീത്തയാവും. അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ കൊണ്ടുപോയിട്ട് നമ്മൾ തന്നെ, വേറെ ആരുമില്ല, നമ്മൾ തന്നെയാണ് പണിക്കാർ, നമ്മൾ തന്നെയാണ് സപ്ലൈ, എല്ലാം നമ്മൾ തന്നെ ട്രെയിനിൽ കയറ്റി കൊണ്ടുപോയി അവിടെ നമ്മുടെ കൂട്ടുകാരൻ സപ്പോർട്ട് ചെയ്യാൻ വരും. അദ്ദേഹത്തിനെ കൊണ്ട് കുറച്ച് ഷോപ്പുകളിൽ കൊണ്ടുപോയി സപ്ലൈ ചെയ്തു. കുറേ ദിവസം കഴിയുമ്പോൾ വീണ്ടും നമ്മൾ പോവും. എന്നിട്ട് അവിടെ എന്തൊരു സെയിലായിട്ടോ നോക്കും. എന്തായാലും ഒരു കാര്യം മനസ്സിലായി, ഇത് നമ്മൾ ഓർക്കും പോലെ പെട്ടെന്ന് വർക്കൗട്ട് ആവണ കാര്യം അല്ല. പക്ഷെ നമ്മൾ വിടാൻ തയ്യാറായില്ല. കാരണം നമ്മൾ എന്തായാലും ഇറങ്ങി, നമുക്കിനി എന്ത് വേണം, ഇനി എന്തായാലും കുളിച്ചിട്ടേ കയറാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞൊരു ഒരു ബിസിനസ്സുകാരന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണെന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ നമ്മൾ എന്താക്കിയെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു അടുത്ത ലെവൽ എനിക്ക് മനസ്സിലായത്, ഇത് ശരിക്കും ഫ്രോസൺ എന്ന് പറയുന്ന ഒരു സംവിധാനം നിലവിൽ വേൾഡ് വൈഡായിട്ടൊരു കോൾഡ് ചെയിൻ പ്രോസസ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ യൂറോപ്യൻ രാജ്യങ്ങളിൽ ശരിക്കും ഫ്രീസ് ചെയ്ത പച്ചക്കറികൾ, ഫ്രീസ് ചെയ്ത ഫുഡിന് എന്തുണ്ട്, സാധാരണ ഫ്രഷിനേക്കാളും ഡിമാൻഡാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഏത് സംരംഭം ആയിക്കോട്ടെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ റൈറ്റ് കസ്റ്റമർ എവിടെയാണ് നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിച്ചിട്ട് അവിടെ കൊണ്ടുപോയി കൊടുത്താലേ വില കിട്ടുള്ളൂ. ഇപ്പം നമ്മൾ പറയും പലരും ക്വാളിറ്റി നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ വില കിട്ടില്ല. അപ്പം നമ്മളിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് അതുകൊണ്ട് ചെയ്യാനും പറ്റത്തില്ല. പക്ഷേ ക്വാളിറ്റി നമ്മൾ പ്രൂവ് ചെയ്തിട്ട് വില നമ്മൾ കോംപ്രമൈസ് ചെയ്യാതെ അതിന് പറ്റിയ കസ്റ്റമറിലേക്ക് എത്തിയാൽ നമുക്ക് എന്ത് കിട്ടും, അതിൻ്റെ വില അവിടെ നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഈ പറയുന്നത് ഒരു മോട്ടിവേഷൻ ക്ലാസ് ഒന്നുമല്ല, ഞാൻ മോട്ടിവേഷൻ സ്പീക്കറും അല്ല. ഞാൻ 4 വർഷത്തെ എൻ്റെ ബിസിനസ്സിൽ എൻ്റെ എക്സ്പീരിയൻസിനെ 20 മിനിറ്റിലേക്ക് ചുരുക്കിയിട്ട് നിങ്ങളുടെ മുമ്പിൽ എന്ത് ചെയ്യാണ്. കാരണം എനിക്കറിയാം, ഒരു സ്റ്റാർട്ടപ്പ് ആശയവുമായി തുടങ്ങുന്ന ഒരു സംരംഭകൻ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് അനുഭവിച്ച് വന്ന ആളെന്നുള്ള രീതിയിൽ എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. കാരണം മിക്കവാറും ഒരു ആശയവും ഒരു സംഭവം കിട്ടുന്നത് സാധാരണക്കാരായിട്ടുള്ള നമ്മുടെയൊക്കെ കയ്യിലായിരിക്കും. നമ്മുടെ കയ്യിൽ ഫണ്ടും കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഇതിനെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ഭയങ്കര പാടുപെടുന്നുണ്ട്. പക്ഷേ നല്ലൊരു ശതമാനം ആളുകൾക്കും ആ ഒരു ബാരിക്കേഡ് വിട്ട് അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പലപ്പോഴും എന്ത് ചെയ്യാറില്ല. നല്ല പ്രോഡക്റ്റ് ആയിരിക്കും, നല്ല ആശയമായിരിക്കും, ക്വാളിറ്റിയൊക്കെ ഉണ്ടാവും, പക്ഷേ എന്ത് ചെയ്യാൻ പറ്റാറില്ല. ആ ഒരു സ്റ്റേജിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ എപ്പോഴും നമുക്കൊരു ബ്ലോക്കായിരിക്കും. അതാണ് ഞാനത് പറയാൻ കാരണം. നമ്മളങ്ങനെ അവിടെ നിന്ന് നമുക്ക് മനസ്സിലായി ഇതിൻ്റെ മാർക്കറ്റ് ശരിക്കും യൂറോപ്പിലാണ്. അപ്പോൾ 2018 ഓഗസ്റ്റ് 15 തുടങ്ങിയിട്ട് 2020 മാർച്ച് 17 ഒരു 5 ടൺ പ്രോഡക്റ്റ് ആദ്യമായിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റിയത്, ഇവിടുന്ന് ന്യൂയോർക്കിലേക്ക് അയക്കാൻ പറ്റിയത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. അതുവരെ നമുക്കൊന്നുമില്ല, നമ്മളുടെ കഷ്ടപ്പാടുകളും നമ്മുടെ പ്രവർത്തനങ്ങളും മാത്രമേ ഉള്ളൂ. നമുക്കെന്തില്ല, വലിയ വരുമാനങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഉറച്ചു നിന്നു. 2020 മാർച്ച് 17 5 ടണ്ണിൻ്റെ ഓർഡർ കിട്ടി. ആ സമയം എന്ന് പറഞ്ഞാൽ കൊറോണയുടെ ഏറ്റവും പീക്ക് ടൈമാണ്. അതും ഏറ്റവും കൂടുതൽ കൊറോണ പേഷ്യൻസ് ഉണ്ടായിരുന്നത് ന്യൂയോർക്കിലാണ്. ആ ന്യൂയോർക്കിലേക്കാണ് നമ്മൾ എന്ത് ചെയ്തത്, നമ്മൾ പ്രോഡക്റ്റ്. അപ്പം ഡൊമസ്റ്റിക് മാർക്കറ്റിൽ പരാജയപ്പെട്ട ഞാനാണ് എന്ത് ചെയ്യുന്നത്, ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് സാധനം. ഇനി കൂടുതലൊന്നും പറയണ്ടല്ലോ. ഞാൻ പറയുന്നത് എക്സ്പോർട്ട് എന്ന് പറയുന്നത് നമ്മളെല്ലാം മനസ്സിലാക്കി വെച്ചാൽ അത് നമുക്കൊന്നും പറ്റിയ പരിപാടിയല്ല, അതൊക്കെ വലിയ വലിയ ആൾക്കാർക്ക് പറ്റിയ പരിപാടിയാണ്. അങ്ങനെ ഒന്നുമില്ല. നിങ്ങളുടെ കുറേ സങ്കല്പങ്ങൾ പൊളിച്ചു കളയാന്നുള്ളതാണ് എൻ്റെ 20 മിനിറ്റ് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നത്, ഞാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ഒരു വാക്ക് ഏതെങ്കിലും രീതിയിൽ ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരാളുടെ അവരുടെ മുന്നോട്ടുള്ള യാത്രയിൽ അവർക്ക് ഉപകാരപ്പെട്ട, എന്നെ സംബന്ധിച്ച് എനിക്ക് അത്രേ ഉള്ളൂ, എൻ്റെ പരിപാടി തീർന്നു. അപ്പം അങ്ങനെ ആ 5 ടൺ അവിടെ ചെന്നു. അതിന് ഭയങ്കര നല്ല നമുക്ക് അംഗീകാരം കിട്ടി. അതിനുശേഷം ഓസ്ട്രേലിയയിലേക്ക് ഒരു 7 ടൺ അയച്ചു വേറൊരാൾ വഴി. അവർ പറഞ്ഞു ഇന്ന് കേരളത്തിൽ നിന്ന് വരുന്ന പ്രോഡക്റ്റിലേക്ക് ഏറ്റവും ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റാണ് നമ്മളുടെ, അവർ സർട്ടിഫൈ ചെയ്തു. 4 കാർട്ടൺ ടെൻഡർ ജാക്ക് ഫ്രൂട്ടിൻ്റെ കട്ട്ലറ്റ് ഞാൻ അയച്ചിട്ട് എനിക്ക് രണ്ടാമത് വരുന്ന ഓർഡർ 100 കാർട്ടൻ്റെയാണ്. അപ്പം ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ 2021
21 വന്നപ്പോഴാണ് നമുക്ക് ഡയറക്റ്റ് എക്സ്പോർട്ടിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ ആദ്യത്തിൽ സ്റ്റാഫ് നമ്മൾ തന്നെയാണ്. തേങ്ങ ലോഡിങ്ങും അൺലോഡിങ്ങും അതിൻ്റെ അരയ്ക്കുന്നതും പിടിക്കുന്നതും ക്ലീനിങ്ങും എല്ലാം നമ്മൾ തന്നെയാണ്. മനസ്സിലായില്ലേ? നമ്മുടെ സംരംഭം അങ്ങനെ തന്നെയാണ് എപ്പോഴും നല്ലത്. അതിനുശേഷം ആദ്യത്തെ ഒരു വർഷം രണ്ട് സ്റ്റാഫാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. രണ്ട് പേര് പ്രൊഡക്ഷൻ സ്റ്റാഫായിട്ടുണ്ടായിരുന്നത്. പിന്നീട് രണ്ടാമത്തെ വർഷമായപ്പോഴേക്കും അത് 13 പേരായി. മൂന്നാമത്തെ വർഷമായപ്പോഴേക്കും 130 പേരായി. 130 പേര്. അപ്പം അത് വളരെ സന്തോഷത്തോടു കൂടി ജോലി ചെയ്തു പോകുന്ന ഒരു ടീമാണ്. അതായത് 100% ഹാപ്പി എൻവോൾവ്മെൻ്റാണ് നമ്മളവിടെ ഉണ്ടാക്കിയെടുത്തത്. കാരണം നമ്മൾ അവരുടെ കൂട്ടത്തിൽ ഒരാളാണ്. അവരുടെ ഒരു മുതലാളി അല്ലെങ്കിൽ ഒരു ബോസ് ഒന്നുമല്ല. അവരുടെ കൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എന്നാലാണ് ഇനി അങ്ങോട്ട് സംരംഭത്തിൽ നമ്മുടെ കൂടെ ആളെ കിട്ടാൻ നമ്മൾ ഭയങ്കര സംഭവമായിട്ട് നിന്നാൽ കിട്ടൂല. എത്ര സാലറി കൊടുത്താലും കിട്ടൂല. സാലറിനേക്കാൾ കൂടുതൽ സാറ്റിസ്ഫാക്ഷന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ജനറേഷനാണ് ഇപ്പം എന്ത് ചെയ്തേക്കുന്നത്, നമ്മുടെ മുമ്പിൽ വളർന്നു വന്നേക്കുന്നത്. അവിടെ അവരെ പരിഗണിച്ചുകൊണ്ട് അവരെ ചേർത്ത് നിർത്തി ടീം ബിൽഡ് ചെയ്ത് പോയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ ഡയറക്റ്റ് എക്സ്പോർട്ടിങ് തുടങ്ങി. ഏകദേശം 2021 തുടങ്ങി 23 ആയപ്പോഴേക്കും നമ്മൾ US-ൻ്റെ 50 സ്റ്റേറ്റിലേക്കും നമ്മളുടെ പ്രോഡക്റ്റുകൾ എന്ത് ചെയ്തു, എത്തി. മനസ്സിലായില്ലേ? അതൊരു 32 കണ്ടെയ്നറോളം നമ്മൾ റെഗുലറായിട്ട് എന്ത് ചെയ്തു, ഒരേ പാർട്ടിക്ക് വേണ്ടി കൊടുത്തു. അവിടെയെല്ലാം നമ്മൾ ചെയ്ത കുറേ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന്, നമുക്ക് ആദ്യം ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു. നമ്മളുടെ ബ്രാൻഡിൽ നമ്മൾ പെട്ടെന്ന് സാധനം ഇറക്കാൻ ഉദ്ദേശിച്ചില്ല. നമ്മൾ ഡയറക്റ്റ് എക്സ്പോർട്ട് പെട്ടെന്ന് ചെയ്യാൻ ഉദ്ദേശിച്ചില്ല. നമ്മൾ പ്ലാൻ ചെയ്തത് ഏറ്റവും ചെറിയ രീതിയിലാണ്. അതായത് ആദ്യം ഡൊമസ്റ്റിക് മാർക്കറ്റിൽ നോക്കി പരാജയപ്പെട്ടു. പിന്നെ എക്സ്പോർട്ടിൽ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന എക്സ്പോർട്ടർമാരെ കണ്ടെത്തിയിട്ട് അവരിലൂടെ നമ്മുടെ പ്രോഡക്റ്റ് എന്ത് ചെയ്യുക, മറ്റു രാജ്യങ്ങളിലേക്ക് എത്തിക്കുക. എന്നിട്ട് അത് സക്സസ് ആയതിനു ശേഷം അടുത്ത സ്റ്റേജിൽ ഡയറക്റ്റ് എക്സ്പോർട്ട് തുടങ്ങാം. അപ്പോൾ പിന്നെ ആദ്യം പറഞ്ഞ എക്സ്പോർട്ടേഴ്സ് നമ്മുടെ മുമ്പിലില്ല. കാരണം നമുക്ക് പ്രോഫിറ്റ് കൂടുതലെന്തിനാണ്, ഡയറക്റ്റ് എക്സ്പോർട്ടിലാണ്. ഇനി അതിൻ്റെ അടുത്ത സ്റ്റേജാണ് നമ്മളുടെ സ്വന്തം ബ്രാൻഡിൽ നമ്മൾ മറ്റു രാജ്യങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത്. അത് അതിൻ്റെ അടുത്ത സ്റ്റേജാണ്. ഇപ്പോൾ നമ്മൾ എത്തുന്നത് ആ ഒരു സ്റ്റേജിലേക്കാണ്. ഞാൻ പറയുന്നത്, അതായത് ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമൊന്നും അല്ല, പക്ഷേ വലിയ പ്രയാസമുള്ള കാര്യവും അല്ല. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ വീട്ടിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം, ബിസിനസ് ആരംഭിക്കാം. ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ തന്നെ വലിയ ലോണോ ബാധ്യതയോ പ്രശ്നങ്ങളോ ഒന്നും എടുത്തു വയ്ക്കാതെ എത്ര വലിയ ആശയമാണോ നമ്മുടെ മുമ്പിലുള്ളത് അതിനെ ഏറ്റവും ചെറിയ സ്കെയിലിലേക്ക് കൊണ്ടുവന്നിട്ട് ഏറ്റവും ചെറിയ ഒരളവിൽ അതിനെ നമ്മളൊരു പൈലറ്റ് പ്ലാന്റ് എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാം, ചെയ്ത് നമ്മളതിനെ തെളിയിക്കുക, അതിനെ ലാഭത്തിലാക്കാം. അതായത് ഞാൻ വീട്ടിൽ തുടങ്ങിയ പ്രസ്ഥാനം അത് വീട്ടിൽ നിൽക്കില്ല എന്ന് മനസ്സിലായപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്തത്, ഒരു വീടിൻ്റെ ബേസ്മെൻറ്റിലേക്ക് വേറൊരു ഫാക്ടറി എന്നുള്ള രീതിയിലേക്ക് മാറ്റിയത്. അവിടുത്തെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് പെർ ഡേ 2 ടണ്ണാണ്. അത് ഏകദേശം 3,800 4 ടണ്ണ് പ്രൊഡക്ഷൻ കപ്പാസിറ്റിയിലേക്ക് എന്ത് ചെയ്തു, പ്രൊഡക്ഷൻ എത്തിക്കഴിയുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിൻ്റെ അടുത്ത ലെവലിൽ നമ്മൾ 2020 തന്നെ നമ്മൾ 2 ഏക്കർ 20 സെൻറ്റ് സ്വന്തം സ്ഥലം വാങ്ങി ഒരു യൂറോപ്യൻ സ്റ്റാൻഡേർഡിൽ നമ്മളൊരു നല്ലൊരു ഫാക്ടറി നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ സെറ്റ് ചെയ്തു. അപ്പോൾ അന്നേരം ഇപ്പോൾ ആദ്യത്തെ ഒരു ചോദ്യം വരും, എൻ്റെ കയ്യിൽ പൈസ ഇല്ലാണ്ട് ഞാൻ തുടങ്ങിയെന്നൊരു വിഷയം ഞാൻ ആദ്യം പറഞ്ഞു. പിന്നെ അത് എങ്ങനെയാണ് സാധിച്ചതെന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മൾ ചെയ്യുന്ന ചെറിയൊരു സംരംഭത്തിന് പ്രാക്ടിക്കലി നമ്മൾ എന്ത് ചെയ്യുക, അതിനെ വ്യക്തമായി നമ്മുടെ കണക്ക് കാര്യങ്ങളെല്ലാം നമ്മുടെ വരവ് ചെലവെല്ലാം ബാങ്ക് വഴി തന്നെ നമ്മൾ ചെയ്ത് ഒരു 1 ഇയർ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, പറ്റുന്ന രീതിയിൽ ചെറിയ പ്രോഫിറ്റ് ആയാലും മതി. അതായത് വേറൊരാളെ നമുക്ക് കാണിച്ചു കൊടുക്കാവുന്ന രീതിയിലേക്ക് അതിൻ്റെ ട്രാക്ക് എന്ത് ചെയ്യണം, കറക്റ്റ് ആക്കണം. ചിലപ്പോൾ അതിന് 1 വർഷം, ചിലപ്പോൾ 2 വർഷം എടുക്കും, ചിലപ്പോൾ 3 വർഷം എടുക്കും. ഒരു സക്സസ് പ്രോജക്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഇവിടെ ആളുകളെ കിട്ടൽ അത്ര പ്രയാസം അല്ല. നമ്മൾ എന്തോരം കഥ പറഞ്ഞാലും ആളുകൾ എന്ത് ചെയ്യത്തില്ല. ഇനി അഥവാ ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വന്നാൽ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ഒരാളെ എടുക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ശ്രദ്ധിക്കേണ്ടി വരും. അല്ലെങ്കിൽ ലാസ്റ്റ് അവർ കമ്പനി കൊണ്ട് അവർ പോവും. ഇത് ഒരുപാട് പേർക്ക് സംഭവിച്ചേക്കുന്ന കാര്യമാണ്. അപ്പോൾ ഒരു സോൾ പ്രൊപ്പറേറ്ററിൽ തുടങ്ങിയ ഒരാൾ പക്ഷെ അയാൾ അങ്ങനെ തന്നെ വളരാൻ ആഗ്രഹിച്ചാൽ ഒരു പരിധി കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റില്ല,
വളരാൻ പറ്റൂല. അപ്പോൾ അയാൾ എന്ത് ചെയ്യേണ്ടി വരും? അതിൻ്റെ പുറത്തേക്ക് വരേണ്ടി വരും. ഒന്നുകിൽ ഒരു പാർട്ട്ണർഷിപ്പിലേക്കോ അല്ലെങ്കിൽ ഒരു LLP കമ്പനി ആയിട്ടോ അല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയൊക്കെ ആയിട്ട് എന്ത് ചെയ്യേണ്ടി വരും? അടുത്ത സ്റ്റേജ് നമ്മൾ മാറേണ്ടി വരും. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇതിനെ വളർത്താൻ കഴിയുള്ളൂ. അപ്പം അങ്ങനെ വന്നപ്പോൾ ഞാൻ തിരഞ്ഞെടുത്തത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആണെങ്കിലും എനിക്ക് പിന്നീട് മനസ്സിലായത് എന്താ വെച്ചാൽ ഏറ്റവും നല്ലത് LLPയിൽ ഫോം ചെയ്യലാണ്. കാരണം നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ നമ്മുടെ കയ്യിൽ ചിലപ്പോൾ നല്ല ഐഡിയ ഉണ്ടാവും, നമുക്കത് എക്സിക്യൂഷൻ ലെവലിൽ കൊണ്ടുവരാൻ പറ്റും. പക്ഷേ നമ്മുടെ കയ്യിൽ ഫണ്ട് ചിലപ്പോൾ എന്തായിരിക്കും? കുറവായിരിക്കും. അഥവാ നമ്മളൊരാളെ നമ്മുടെ കമ്പനിയിലേക്ക് എടുത്താലും അവർക്ക് എന്തേ കൊടുക്കാൻ പാടുള്ളൂ? അവർക്കൊരു ഷെയർ ഹോൾഡിങ്ങേ കൊടുക്കാൻ പാടുള്ളൂ. അതായത് ഇനി ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ 1 കോടി രൂപയുടെ സംരംഭമാണ്. നമ്മളുടെ കയ്യിൽ എന്തേ ഉള്ളൂ? 1 ലക്ഷം രൂപയേ ഉള്ളൂ. പക്ഷേ 1 ലക്ഷം രൂപയേ ഉള്ളൂ എങ്കിലും LLPയിൽ നമ്മളൊരു കമ്പനി ഫോം ചെയ്താൽ ആ 1 ലക്ഷം രൂപയുള്ള ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ മൊത്തം കമ്പനിയുടെ 51% പ്രോഫിറ്റ് 51% ഷെയർ ഹോൾഡിങ് അയാളുടെ കയ്യിൽ വെക്കാൻ പറ്റും. കുറേ പേർക്കൊക്കെ അറിയായിരിക്കും, അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടാൻ വേണ്ടി ഞാൻ പറഞ്ഞത്. സംഭവം മനസ്സിലായോ? പൈസയുടെ പേരിലുള്ള മൂല്യമല്ല അത് നമുക്ക് LLP വന്നിരിക്കുന്നത് തന്നെ ശരിക്കും എന്തിനാന്ന് വെച്ചാൽ നമ്മളെപ്പോലുള്ള ആളുകൾ കഷ്ടപ്പെട്ടൊരു പ്രസ്ഥാനം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് അത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഇക്വിറ്റി ഷെയറിൻ്റെ ബേസിലാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്? അതെല്ലാം നിലനിൽക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഒരു LLP മോഡലിൽ തുടങ്ങിയിട്ട് പിന്നീട് അതിനെ പ്രൈവറ്റ് ലിമിറ്റഡിലേക്കും പിന്നെ പബ്ലിക് ലിമിറ്റഡിലേക്കും നമുക്ക് സ്വപ്നം കാണാം, കുഴപ്പം വരുന്നില്ല. അപ്പോൾ അതിനുശേഷം LLPയിൽ നമ്മൾ ഫോം ചെയ്യുക. അന്നേരം നമ്മൾ ആളുകളെ ചേർത്താൽ തന്നെ അതിൻ്റെ ഐഡിയയും അതിൻ്റെ ഇതെല്ലാം നമ്മളുടെ ആയതുകൊണ്ട് പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യുമ്പോൾ പ്രോഫിറ്റിൻ്റെ അത്യാവശ്യം ഒരു % കണക്കാക്കിയിട്ടുള്ള പ്രോഫിറ്റ് ഷെയറും ആർക്കെടുക്കാൻ പറ്റും? ഈ നടത്തുന്ന സംരംഭകന് മാറ്റാൻ പറ്റും. അതിന് ശേഷമുള്ളതിനെയാണ് എന്ത് ചെയ്യുന്നത്? ശേഷമുള്ളതിന് ഡിവിഡൻഡിലേക്ക് എന്ത് ചെയ്യുക? പോവാം. അതിൽ നമ്മൾ എന്ത് എഴുതുന്നോ അതാണ് അതിൻ്റെ ഭരണഘടന. അപ്പോൾ ആ രീതിയിൽ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ അടുത്ത ലെവലിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അതിൻ്റെ അടുത്ത ലെവലിലേക്ക് നമ്മളുടെ സ്ട്രെങ്ത്, നമ്മളുടെ ഫിനാൻഷ്യൽ നമ്മളുടെ സ്ട്രെങ്ത് ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എന്ത് ചെയ്യാം? പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലേക്ക് പോവാം. കാരണം പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ പോകുമ്പോൾ നമ്മുടെ ഫിനാൻസ് എന്തായിരിക്കണം? ഇക്വിറ്റി ഷെയർ നമ്മുടെ കയ്യിൽ സ്ട്രോങ് ആയിരിക്കണം. ഞാൻ പറഞ്ഞ് ക്ലിയർ ആവുന്നുണ്ടോ? ഇപ്പോൾ ചിലർക്കൊക്കെ ചില അനുഭവങ്ങളും ചിലപ്പോൾ കാണും. സംഭവം മനസ്സിലായ? ഇത് സാധാരണ വരുന്നത്. അപ്പം ഞാൻ പറയുന്നത് ഒരു സംരംഭം എത്ര ചെറിയ അളവിൽ നിന്നും തുടങ്ങാം. കാരണം ഞാൻ അത് എത്ര കോടി എത്ര ലക്ഷം ആയാലും അത് ഞാൻ പറഞ്ഞപ്പോൾ 1 കോടി രൂപയുടെ സംരംഭം നിങ്ങളുടെ കയ്യിൽ 1 ലക്ഷം രൂപയേ ഉള്ളൂ. 1 കോടിയാണ് നമ്മുടെ പ്രോജക്റ്റ് കോസ്റ്റ്. ഈ 1 ലക്ഷം രൂപയുള്ള അതിൻ്റെ സംരംഭകൻ, അതിൻ്റെ ഫൗണ്ടറായിട്ടുള്ള ആൾക്ക് ആ മൊത്തം പ്രോജക്റ്റിന് 50% ഹോൾഡിംഗ് എന്ത് ചെയ്യും? 51% ഹോൾഡിംഗ് നിങ്ങളുടെ കയ്യിൽ വെക്കാം LLPയിൽ. കാരണം നാളെ ഇനി ഒരാൾ കയറിയിട്ട് നിങ്ങളെ മറിച്ചിടാൻ നിൽക്കില്ല. ഈ പ്രസ്ഥാനം ഒന്നെങ്കിൽ പ്രോബ്ലത്തിലാവുമ്പോഴും അല്ലെങ്കിൽ സക്സസ് ആയാലും എന്തുണ്ടാവും? പ്രശ്നങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പം ഞാൻ പറഞ്ഞത് ഒരു സേഫ് വേയിൽ. അപ്പം ഞാനിപ്പോൾ ഇവിടെ എനിക്കിപ്പോൾ സമയം ഇതിൽ വളരെ ചുരുങ്ങിയ സമയമാണ് നമുക്ക് കിട്ടിയത്. ഞാൻ പറയുന്നത് നമ്മൾ ഇപ്പം ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ വീട്ടിൽ നിന്ന് തുടങ്ങിയതാണ്. അപ്പം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ വീട്ടിൽ നിന്നാണ് തുടങ്ങിയത്. എന്നെപ്പോലൊരാൾക്ക് ഇത്ര സമയം കൊണ്ട് 4 വർഷം കൊണ്ട് ഒരു ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഡയറക്റ്റ് എക്സ്പോർട്ടിങ്ങിൽ US പോലത്തുള്ള രാജ്യത്ത് അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലേക്കൊക്കെ പ്രോഡക്റ്റ് അയക്കാൻ കഴിഞ്ഞുവെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്ത് ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും കഴിയും, ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പക്ഷേ എന്തേ വേണ്ടു? നമുക്ക് ചില നിർബന്ധ ബുദ്ധികൾ ആവശ്യമാണ്. ഒന്ന്, നമുക്ക് നമ്മളിലൊരു വിശ്വാസം വേണം, നമ്മുടെ പ്രോഡക്റ്റിലൊരു വിശ്വാസം വേണം. മനസ്സിലായില്ലേ? ക്വാളിറ്റി എന്ന് പറയുന്ന വിഷയത്തിൽ 1% കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. ആദ്യത്തെ 3 വർഷം വില കൊടുത്ത് തേങ്ങ വാങ്ങിയിട്ട് നമ്മൾ പ്രോസസ്സ് ചെയ്ത് വാങ്ങിയേക്കാൾ കുറച്ച് വിലക്ക് തന്നെയാണ് ഞാൻ വിറ്റുകൊണ്ടിരുന്നത്. അപ്പോൾ സാധാരണ രീതിയിൽ വേറൊരാൾക്ക് വേണമെങ്കിൽ പുറത്തുനിന്ന് നോക്കിയിട്ട് പറയാം ഇവന് ഭ്രാന്താന്ന് പറയാം. കാരണം എന്താണ്? നല്ല വില കൊടുത്ത് തേങ്ങ വാങ്ങുന്നത്. എന്നാൽ അതേ സമയത്ത് പൊള്ളാച്ചി പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കർണാടക പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? 1 കിലോയിൽ 5 രൂപ 6 രൂപ കുറവ് കിട്ടും. ഒരു ദിവസം 3 ടൺ പ്രൊഡക്ഷൻ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മാസത്തെ കണക്ക് നോക്കുമ്പോൾ ലക്ഷക്കണക്കിന് രൂപയുടെ വ്യത്യാസം എന്ത് ചെയ്യും? പക്ഷെ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? നമ്മൾ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും നമ്മൾ ചെയ്യാൻ തയ്യാറല്ല. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം,
നമ്മൾ അതിൽ ആദ്യം ഉറച്ചു നിൽക്കുക. നമുക്ക് കുറച്ച് എത്തിക്സ് എന്ത് ചെയ്യണം ബിസിനസ്സിൽ നിർബന്ധമായിട്ടും വേണം. പക്ഷേ കുറച്ച് സമയം എടുക്കും. ആ സമയത്തിന് മുൻകൂട്ടി കണ്ട വല്ല പ്രശ്നമുണ്ടോ? നമ്മൾ തുടങ്ങുന്ന സംരംഭം നമുക്ക് തന്നെ അറിയാം, എൻ്റെ ഈ ബിസിനസ്സിനെ ഇതിനെ സ്കെയിലപ്പ് ചെയ്യാൻ എനിക്ക് ഏകദേശം 4 വർഷം എടുക്കുമെന്നും മനസ്സിലാക്കി ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന ഒരാൾക്ക് ആ പ്രയാസം ഉണ്ടാവോ? അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഓരോരുത്തരും അങ്ങനെ തന്നെ കാണേണ്ടി വരും. ഇന്ന് നമ്മളങ്ങോട്ട് തുടങ്ങി നാളെ തന്നെ ഇതിന് പ്രോഫിറ്റ് എടുക്കാന്നുള്ള ഒരു മൈൻഡ് സെറ്റ് എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ മാറ്റി വെക്കേണ്ടി വരും. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ക്വാളിറ്റി 1% കോംപ്രമൈസ് ചെയ്യൂല എന്നുള്ള ഉറച്ച തീരുമാനം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അതിൻ്റെ പേരിൽ ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളുണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ 3 വർഷം വില കൊടുത്ത് വാങ്ങി വില കുറച്ച് വിൽക്കേണ്ടി വന്നു. പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് എനിക്ക് ജനറേറ്റ് ചെയ്യുന്നത് അന്ന് വില കുറച്ച് കൊടുത്ത തേങ്ങാപ്പീരൊക്കെയാണ്. അത് എപ്പോഴേ കിട്ടുള്ളൂ? അതിനൊരു ടൈം ഉണ്ട്. ആ ടൈം വരുമ്പോൾ മാത്രമേ നമ്മൾ നമ്മുടെ പ്രോഡക്റ്റിനെ മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ച് അവർ അതിനെന്ത് ചെയ്യണം? നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റീനെ അതിൻ്റെ ഗുണനിലവാരം അവർ ഉറപ്പ് വരുത്തുന്ന സ്ഥലത്തു നിന്ന് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇതിനെ വളർത്താൻ പറ്റുള്ളൂ. ആ ടൈം വരെ ക്ഷമിക്കാനുള്ളൊരു മനസ്സ് എന്ത് ചെയ്യണം? ആർക്കൊക്കെ ഉണ്ടോന്ന് കൈ നോക്കി ഒന്ന് അറിയാലോ. നമ്മുടെ കൊല്ലത്തിൻ്റെ ഇത് പറയും, ബാക്കിയുള്ളവർക്കില്ലേ? നല്ല ഞാൻ കൊല്ലത്തിന് എങ്ങനെയൊന്നല്ല പ്രതീക്ഷിച്ചേക്കണത്. ഞാൻ പറയുന്നത് എന്താ അറിയോ, നമുക്ക് ഓരോരുത്തർക്കും കഴിയും. നമ്മൾ ധൈര്യമായിട്ട് ഞാൻ ഇനി അതോടെ പറഞ്ഞേക്കാം, ഞാൻ വെറും 10ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള ആളാണ്. ഒരു സമയത്ത് ഞാനിത് വലിയ ബുദ്ധിമുട്ടോടുകൂടിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം ഞാൻ അഭിമാനത്തോടുകൂടിയാണ് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ അതൊന്നും ഇതിലൊരു വിഷയമല്ല. ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു സംരംഭകനാകുന്നതിനോ ആ സംരംഭത്തെ വളർത്തുന്നതിനോ. പക്ഷെ ഇതിൻ്റെ ഒപ്പം ഞാൻ ഒരു കാര്യം പറയാം, ബിസിനസ് തുടങ്ങാൻ ബേസിക് ക്വാളിഫിക്കേഷൻ ആവശ്യമില്ലെങ്കിലും ബിസിനസ്സിൽ നിലനിൽക്കണമെങ്കിലും മുന്നോട്ട് പോകണമെങ്കിലും നമ്മൾ പഠിച്ച്. ഇപ്പോൾ ഞാൻ MBA സ്റ്റുഡൻ്റാണ്. UK യൂണിവേഴ്സിറ്റിയുടെ ബിസിനസ്സുകാർക്ക് വേണ്ടിയിട്ടുള്ള ഇൻ്റഗ്രേറ്റഡ് MBA എന്ന് പറഞ്ഞൊരു കോഴ്സ് കോഴിക്കോട് നടക്കുന്ന കോഴ്സിൽ എല്ലാ ആഴ്ചയിലും പോയി ഫിസിക്കലി ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ആളാണ് ഞാൻ. കാരണം നമ്മുടെ ബിസിനസ് അതിൻ്റെ അടുത്ത ലെവലിലേക്ക് വരുമ്പോൾ, അതൊരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിലേക്ക് വരുമ്പോൾ അതിലെന്ത് ചെയ്യേണ്ടി വരും? കുറേ സിസ്റ്റം നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടി വരും. ഓരോ സ്റ്റേജിനനുസരിച്ച്. ഇത് എല്ലാം പറയൽ പ്രാക്ടിക്കൽ അല്ല, എല്ലാം പറയാൻ വേണ്ടിയുള്ള വേദിയാണ് നമ്മൾ BOCയുടെ ക്ലബ്ബിൽ നമ്മൾ എന്ത് ചെയ്തേക്കണം? എല്ലാ ദിവസവും 8 മണി മുതൽ 10 മണി വരെ വെച്ചേക്കണത്. എല്ലാം കൂടി പറഞ്ഞ് തീർത്താൻ പറ്റിയ ആൾ വരില്ല എന്നാണ് ഇവർ പറയുന്നത്. അപ്പം ഞാൻ മാത്രമല്ല, അവിടെ എന്നെപ്പോലെ ഒരുപാട് ആളുകളുണ്ട്. അപ്പം അതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ BOCയുടെ തുടക്കം മുതലേ ഞാനില്ല. അപ്പം നമ്മളിപ്പുറത്തെ സൈഡിൽ കൂടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. കുറേ കഴിഞ്ഞ് എൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ എനിക്കൊരു ലിങ്ക് തന്നു. ഞാൻ കയറിയില്ല. പിന്നെ ലിങ്ക് തന്നു, വെറുതെ കയറിയപ്പോൾ മറ്റേ ID ഫ്രഷിൻ്റെ CEO PC മുസ്തഫൻ്റെ ക്ലാസ്സാണ് അന്ന് നടക്കുന്നത്. അത് കേട്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നി. പിറ്റത്തെ ദിവസം കയറി. പിന്നെ സ്ഥിരമായി അതിൽ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. കാരണം ഒരു ദിവസം HR-നെ പറ്റിയാണ് പറയണമെങ്കിൽ അടുത്ത ദിവസം പ്രൊഡക്ഷനെ പറ്റിയിട്ടായിരിക്കും. വ്യത്യസ്തമായ സബ്ജക്റ്റുകളിൽ നമുക്ക് ആവശ്യമായ അറിവുകൾ ഫ്രീ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാണ്? നമുക്ക് ഇങ്ങോട്ട് തരുവാണ്. അതിൻ്റെ ഒപ്പം തന്നെ വലിയൊരു നെറ്റ്വർക്കിംഗ് നടക്കും. ഇപ്പം ഞാനീ സംസാരിക്കുന്നത്, ഇപ്പം ഞാനിവിടെ ഫോൺ നമ്പർ തരൂല, തന്നാൽ എനിക്ക് പണിയാവും. അല്ല ഞാൻ പറയാം. കാരണം എന്താ വെച്ചാൽ അത് പ്രാക്ടിക്കൽ അല്ല. പക്ഷേ ക്ലബിൽ ഞങ്ങളെല്ലാവരും ഉണ്ട്. 526 ദിവസമായിട്ട് ഒരു ദിവസം മുടങ്ങാതെ ക്ലബ്ബ് എന്ത് ചെയ്യുന്നുണ്ട്? ക്ലബ്ബ് നടക്കുന്നുണ്ട്. അതിലെല്ലാം ഞങ്ങളെല്ലാവരും എല്ലാ ദിവസവും ഉണ്ട്. ഏത് സംരംഭകൻ്റെ അവൻ്റെ ഏത് സ്റ്റേജിലാണോ അവരുടെ സംരംഭം നിൽക്കുന്നത്, അവരുടെ ഇപ്പോഴത്തെ ബ്ലോക്ക് എന്താണോ ആ ഒരു വിഷയത്തിൽ അവർക്ക് അതിൻ്റെ അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ വേണ്ടിയുള്ള ഫുൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയ ഒരു വലിയ ടീം അതിലുണ്ട്. ഞങ്ങളെല്ലാവരും അതിലെ അംഗങ്ങളാണ്. അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് ആരുടെ ജോലിയാണ്? നമ്മളുടെ ഓരോരുത്തരുടെയും ജോലിയാണ്. അന്ന് മുതൽ ഞാൻ ക്ലബ്ബിൽ കയറാറുണ്ട്, ഇപ്പോഴും ക്ലബ്ബിൽ കയറും. എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും കിട്ടും. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ചെയ്യുന്നൊരു കാര്യം, നിങ്ങളെപ്പോലെ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പായിട്ട് വരുന്ന ആളുകൾ ഒരു 80 പേരിൽ കൂടുതലുള്ള ആൾക്കാരെ ഞാൻ ഡയറക്റ്റ് കൺസൾട്ട് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവർ പറയുന്ന വിഷമം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. കാരണം ആ വിഷമം കഴിഞ്ഞാൽ നമ്മൾ വന്ന് അതുകൊണ്ട് അവർ പറയുന്നതിന് ശരിക്കും മനസ്സിലാവും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം നമ്മൾ എന്ത് ചെയ്യും? ചിലപ്പോൾ ഒരു വാക്ക് മതിയാവും, ചിലപ്പോൾ അവരുടെ പ്രശ്നം എന്ത് ചെയ്യും? അവരുടെ പ്രശ്നം അങ്ങോട്ട് സോൾവ് ആയി പോകും. ഇവിടെ ഒരു പ്രാക്ടിക്കൽ ഇതാണ് നടക്കുന്നത്. കാരണം ഒന്നുകിൽ ഒരു ബിസിനസ്സിൽ വിജയിച്ച അല്ലെങ്കിൽ പരാജയപ്പെട്ട ഒരു സംരംഭകൻ്റെ കയ്യിൽ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഡയറക്റ്റ് നമുക്ക് വേണ്ട
അറിവ് നമുക്ക് കിട്ടണത്. അത് നമ്മൾ ഫേസ് ചെയ്യുന്ന ഇപ്പോഴത്തെ പ്രശ്നത്തിൻ്റെ ഒരു വലിയ സൊല്യൂഷൻ നമുക്ക് എന്ത് ചെയ്യും, ഇത് നമുക്ക് വേറെ എവിടെ അങ്ങനെ എത്ര എളുപ്പത്തിൽ കിട്ടൂല. അപ്പം ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഈ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു വലിയ നെറ്റ്വർക്കാണ്. പല രാജ്യങ്ങളിലുള്ള ആളുകളും ക്ലബ്ബിൽ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ആളുകൾ പോലും എന്നെയൊക്കെ അവിടെ പറയാറുണ്ട്, റൈംക വാ, ദുബായിക്ക് വാ, ഇവിടെ നിങ്ങളെ കൊണ്ടുവന്നിട്ട് മറ്റേ നെസ്റ്റോയിൽ പരിചയപ്പെടുത്തി തരാം, കാരിഫോണിൽ പരിചയപ്പെടുത്തി തരാം, വിസ ശരിയാക്കി തരാം. എന്നെ കണ്ടിട്ട് പോലുമില്ല. എവിടെ നിന്നാണ് ഈ സ്നേഹം വന്നത്? അല്ലെങ്കിൽ മലേഷ്യയിലേക്ക് പോകാൻ നമ്മളിവിടെ എന്ത് ചെയ്യുക, എല്ലാ സൗകര്യമുണ്ട്. ഈ നെറ്റ്വർക്ക് വന്നത് നമ്മളെ പരിചയപ്പെടുത്തുന്ന കാര്യത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല, മടിച്ചു നിൽക്കാൻ പാടില്ല. നമ്മൾ എന്താണോ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണോ ഫുള്ള് നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ എന്ത് ചെയ്യുക, നമ്മൾ പറയുക. പിന്നെ നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ കറക്റ്റ് അതിൻ്റെ റൈറ്റ് പേഴ്സൺ ആരാണോ മനസ്സിലാക്കിയിട്ട് അവരോട് ചോദിച്ച് നമ്മൾ എന്ത് ചെയ്യുക. എൻ്റെ ഇതിൻ്റെ ഏറ്റവും എനിക്ക് പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നിയ കാര്യം ഇപ്പോഴും എനിക്കൊന്നും അറിയാൻ പാടില്ല എന്നുള്ള കാര്യമാണ്. കാരണം തുടങ്ങുമ്പോൾ തന്നെ എനിക്ക് ഈ ഫ്രോസൺ ഫുഡ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് എന്താണെന്ന് എനിക്കറിയില്ല, ഞാൻ കേട്ടിട്ട് പോലുമില്ല. ബിസിനസ് പഠിച്ചിട്ടല്ല ഞാൻ ബിസിനസ്സിൽ ഇറങ്ങിയതിന് ശേഷമാണ് ഞാൻ ബിസിനസ് എന്ത് ചെയ്തത്. അത് ഞാൻ ഇൻഡെപ്തിൽ ഞാൻ CFTRAയിലും DFRAയിലും എവിടെയെല്ലാം പോയി ആരിൽ നിന്നെല്ലാം എത്ര അറിവ് കരസ്ഥാക്കാൻ പറ്റുമോ അത്ര നമ്മൾ ഹാർഡ് വർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? രണ്ട്, ചെയ്ത് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ വരുമ്പോൾ ആ ത്രെട്ട് എന്ന് പറയുന്നത് അത് ഈക്വൽ ടു നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മുടെ ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് മനസ്സിലാക്കേണ്ടി വരും. തടസ്സങ്ങൾ എന്ത് ചെയ്യും, വന്നുകൊണ്ടേയിരിക്കും. ഓരോ തടസ്സം വരുമ്പോഴും അതെന്താണ്, ഈക്വൽ ടു അതൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും അല്ലേ? ആ രീതിയിൽ മനസ്സിലാക്കി അതിന് നമുക്ക് സപ്പോർട്ട് ചെയ്ത് തരാൻ പറ്റിയ കുറച്ച് ആൾക്കാരും കൂടെ ഉണ്ടെങ്കിലോ, നമ്മളൊരു കുടുങ്ങിപ്പോയി അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോയി അല്ലെങ്കിൽ ഇനി എങ്ങോട്ടാ പോകേണ്ടതെന്ന് നമുക്ക് കൃത്യമായിട്ടൊരു ഡയറക്ഷൻ കിട്ടുന്നില്ല, അവിടെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടെങ്കിൽ എന്തായിരിക്കും എൻ്റെ ഇത് നിങ്ങൾക്ക് ശരിക്കും ഫീൽ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഞാൻ ഇന്ന് വൈകുന്നേരം വരെ ഇവിടെ നിന്ന് പ്രസംഗിച്ചാലും നിങ്ങൾക്കത് കിട്ടൂല. അതിനാണ് പറഞ്ഞത് നമ്മൾ ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ ഞങ്ങളെല്ലാം സമയം ഒഴിവാക്കിയെടുത്ത് ക്ലബ്ബിൽ കയറുന്നത്. അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനാവശ്യമായ സൊല്യൂഷൻസ് കിട്ടുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ സംരംഭകരായിട്ടുള്ള ആളുകൾക്ക് നമുക്കും പറ്റുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റാറുണ്ട്, അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കാൻ പറ്റാറുണ്ട്. അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ അതിൽ ആദ്യം ക്ലബിൽ അംഗമാകാം. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, ഇതിൻ്റെ മെമ്പർഷിപ്പ് കാര്യങ്ങളെന്ന് പറയുന്നത് ഇത് നമ്മൾ വേറൊരു സംഘടന അല്ലെങ്കിൽ നമുക്കിത് കൊണ്ട് വേറെ ഒന്നും കിട്ടില്ല, ഒന്നുമില്ല. അതിൽ നമ്മളുടെ ഓരോരുത്തരുടെ സമയങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ വില. ഇപ്പം ഇവിടെ വരേണ്ടിയിരുന്നത് ഇപ്പോൾ നമ്മുടെ ഇതാണ് CEO മറ്റേ നമ്മളുടെ ചെയർമാൻ മുസ്തഖീം സാറാണ്. അദ്ദേഹം ലാമിഡ് ഗ്രൂപ്പിൻ്റെ MD ആണ്. ഏതാണ്ട് 100 കോടി രൂപയുടെ ടേൺ ഓവർ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ സംരംഭകർക്ക് കിട്ടിയിരിക്കുന്ന വലിയൊരു സൗഭാഗ്യമാണ് എന്ത്, ഇങ്ങനത്തെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായി ഇന്നത്തെ ദിവസം ഇവിടുത്തെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റി. ഇനി തുടർന്ന് ഇവിടുന്ന് അങ്ങോട്ട് എന്ത് ചെയ്യുക, ഇതിൻ്റെ ഒരു ഭാഗമായി നിന്നാൽ ആർക്കാ അതിൻ്റെ ബെനിഫിറ്റ്? എല്ലാവരും തയ്യാറല്ലേ? തയ്യാറുള്ളവർക്കൊന്ന് നോക്കി. ഇതേ ഉള്ളൂ നമുക്ക്. ഞാൻ പറഞ്ഞ വളരെ ഓപ്പൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മളത് പരമാവധി പ്രയോജനപ്പെടുത്താം. പിന്നെ അതിൻ്റെ ലൈഫ് ടൈം മെമ്പർഷിപ്പ് എന്ന് പറയുന്ന ബാക്കി കാര്യങ്ങളെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്. കാരണം ഒന്ന് നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ 2 ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിരുന്നു, 2 പേരെ ക്ലാസ്സിൽ. കാരണം എന്താ വെച്ചാൽ ഇന്ന് ഈ സമയത്ത് നമ്മളുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വളരെ അപ്ഡേറ്റ് ആയിരിക്കണം. കാരണം ടെക്നോളജി അത്ര ഫാസ്റ്റായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. പണ്ട് ഒരു സംരംഭം അതിൻ്റെ ഇതിൽ നിന്നും മാറാൻ കുറേ ടൈം എടുക്കുമെങ്കിൽ ഇന്ന് നമ്മൾ കോടികൾ ഇൻവെസ്റ്റ് ചെയ്ത സാധനം ചിലപ്പോൾ നാളത്തെ കഴിഞ്ഞെന്തായിരിക്കും ആ സംഭവം ഔട്ടായിട്ടുണ്ടാവും. ടെക്നോളജി അത്ര ഫാസ്റ്റ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പഠിക്കേണ്ടത് ശരിക്കും 10 കൊല്ലം കഴിഞ്ഞ് വരാൻ സാധ്യതയുള്ള സംഭവം ഇപ്പോൾ പഠിക്കേണ്ടി വരും. മനസ്സിലായില്ലേ? അതായത് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെയൊക്കെ വച്ചിട്ട് നമുക്ക് കമ്പനികൾ എങ്ങനെ കൊണ്ടുപോകാമെന്നുള്ള തലത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്, പോകുന്നത്. അപ്പം അത്ര ക്രിയേറ്റീവായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഇനി ജോബിൽ പോലും പിടിച്ചിരിക്കാൻ കഴിയുള്ളൂ. അപ്പം ഞാൻ പറയുന്നത് നമുക്ക് എത്ര ചെറിയ സംരംഭവും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ തുടങ്ങിയത് 7500 രൂപ ഇൻവെസ്റ്റ്മെൻറ്റിലുള്ള കമ്പനിയാണ് വീട്ടിൽ നിന്ന്. പക്ഷേ ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് എന്താണ്, വലിയൊരു യൂറോപ്യൻ സ്റ്റാൻഡേർഡിലുള്ള കമ്പനിയിലാണ്. അതിനുശേഷം അതിൻ്റെ ഒരു ലെവൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വളർന്നു. അതെന്ത് ചെയ്തു,
അത് വേറൊരു ടീം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ഇത് ചെയ്തു. വേറെ 2 കമ്പനി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ എല്ലാം ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ആസ്മോസ് ഗ്ലോബൽ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ട്രേഡിംഗ് കമ്പനി സ്റ്റാർട്ട് ചെയ്തു. അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകളെ അവരുണ്ടാക്കുന്ന പ്രോഡക്റ്റിനെ അവരിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് അപ്പം ക്വാളിറ്റി പ്രോഡക്റ്റ് എടുക്കുക, കസ്റ്റമറിന് ക്വാളിറ്റി പ്രോഡക്റ്റ് എത്തിച്ചു കൊടുക്കുക. നമ്മൾ ഇടയ്ക്ക് നിന്ന് എന്ത് ചെയ്യുക? നമ്മൾ പക്ഷേ ഓരോരുത്തരും ഉദ്ദേശിക്കുന്നത് കാലാകാലം നിങ്ങളെ ഒരു മാനുഫാക്ചറാക്കി നിർത്തി നമ്മൾ എക്സ്പോർട്ട് ചെയ്യുക എന്നുള്ളൊരു പരിപാടി നമുക്ക് ആർക്കും ഇല്ല. നമ്മൾ പറയുന്നത് നിങ്ങൾക്കും ചെയ്യാൻ കഴിയും സ്വന്തമായി എക്സ്പോർട്ടിങ്. പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല, അതിനൊരു ക്രമമുണ്ടല്ലോ. ഒരു കൊച്ച് ജനിക്കുമ്പോൾ തന്നെ ബിരിയാണി കൊടുത്തൊക്കെ പറ്റുമോ? കുറച്ച് സമയം എടുക്കും അല്ല, ജനിക്കുമ്പോൾ തന്നെ ബിരിയാണി കൊടുക്കാൻ പറ്റില്ല. അപ്പം അതിന് കുറച്ച് ടൈം എടുക്കും. അത് പാകപ്പെട്ട് വന്ന വരെ എന്ത് ചെയ്യേണ്ടി വരും? അതിന് നമ്മൾ ക്ഷമിച്ച് നമ്മുടെ പ്രോഡക്റ്റ്, അപ്പം നിങ്ങളുടെ പ്രോഡക്റ്റിനെ ക്വാളിറ്റി ഉള്ളതാക്കാനും നിങ്ങളുടെ പ്രോസസ്സിനെ അതിൻ്റെ കറക്റ്റ് വേലാക്കാനും അതിനെല്ലാം ഞങ്ങളെല്ലാവരും എന്ത് ചെയ്യും? നമ്മൾ സപ്പോർട്ട് ചെയ്യും. അങ്ങനത്തെ പ്രോഡക്റ്റ് നിങ്ങൾ ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രോഡക്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ പ്രശ്നം സാധനം ഉണ്ടാക്കാൻ നിങ്ങൾ തയ്യാറാണ്, പക്ഷെ എവിടെ വിൽക്കും? അതല്ലേ നിങ്ങളുടെ പ്രശ്നം? ശരിക്കും അത് തന്നെയല്ലേ പ്രശ്നം? അപ്പം അവിടെ സൊല്യൂഷൻ ഉണ്ട്. എന്ത്? നല്ല സാധനം ഉണ്ടാക്കിയാൽ അതിനെന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളിൽ നിന്നെടുത്ത് നമ്മളിപ്പോഴുള്ള ആളുകൾക്ക് അത് മറ്റു രാജ്യങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധനം കിട്ടുന്നില്ല. അപ്പം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് പറയാ, തേങ്ങ ചിരകിയിട്ട് അതിനെ നമ്മൾ എന്താ വെച്ചാൽ തണുപ്പിക്കും. -40 തണുപ്പ്, കരിങ്കല്ല് പോലെയാവും. ഈ തണുപ്പിച്ചിട്ട് ഇത് ലാസ്റ്റ് ഉപയോഗിക്കുന്ന കസ്റ്റമർ വരെ ഈ തണുപ്പിൽ തന്നെ അത് പോവാം. 40 തണുപ്പിച്ചിട്ട് 18-20 സ്റ്റോറിൽ വെച്ചാൽ അവിടുന്ന് കമ്പനിയിൽ നിന്ന് എക്സ്പാക്ടറി തുടങ്ങി ഇവിടുന്ന് US പോവുകയാണെങ്കിൽ ഹൂസ്റ്റണിലേക്കൊക്കെ ആണെങ്കിൽ 40 ദിവസം കൊടുക്കും അവിടെ എത്താൻ. ആ ഫ്രീസർ ഇതുപോലത്തെ റീഫറായിരിക്കും. അതായത് ഈ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്ന റീഫറിലാണ് പോകുന്നത്. അവിടെ ചെന്ന് അവിടെ വയ്ക്കുന്ന സ്റ്റോർ ഇങ്ങനത്തെ ആയിരിക്കും, അവിടുന്ന് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന വാഹനം ഇങ്ങനത്തെ ആയിരിക്കും, ചെല്ലുന്ന ഷോപ്പിൽ ഫ്രീസറും എന്തായിരിക്കും, വീട്ടിൽ ചെന്ന വീട്ടിലെ ഫ്രീസറും. അവിടെ നമ്മൾ കൊടുക്കുന്നത് തേങ്ങ ചിരകി കൊടുക്കുന്നുണ്ട്, തേങ്ങ അരച്ച് പല കറികളാക്കി കൊടുക്കുന്നുണ്ട്. നമ്മളുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ, അവിയലിൻ്റെ കഷ്ണങ്ങൾ, മുരിങ്ങാക്കോൽ, ഉള്ളി പോലത്തെ സാധനങ്ങൾ തൊണ്ട് കളഞ്ഞ് അതിനെ കഷ്ണങ്ങളാക്കി അതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പാക്കറ്റുകളിലാക്കി കൊടുക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിലുണ്ടാക്കണ പുട്ട്, ഇഡ്ഡലി, ഇടിയപ്പം, പൊറോട്ട ഈ പോലത്തെ സാധനങ്ങൾ പുട്ട് തേങ്ങയോട് കൂടിയിട്ടാണ് കേട്ടോ, ചീത്തയൊന്നായി പോവില്ല. പുട്ട് ചുട്ടിട്ട് നമ്മൾ തണുപ്പിച്ചിട്ട് ബോക്സിലാക്കിയിട്ട് കയറ്റി വിടും. അവിടെ ചെന്നാൽ അവരെന്ത് വെച്ചാൽ നേരെ മൈക്രോവേവ് ഓവനിലേക്ക് വയ്ക്കും. അത് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ ഇത് ഇപ്പോൾ ചുട്ട പുട്ടല്ല എന്ന് പറയൂല. പഴംപൊരി, പഴം പുഴുങ്ങിയത്, ഉഴുന്നുവട, പരിപ്പുവട. ഒരു ഹെൽത്ത് പ്രോബ്ലം ഇല്ല, കാരണം ഹെൽത്ത് ബെനിഫിറ്റേ ഉള്ളൂ. ഇതിനെപ്പറ്റി വലിയ പഠനങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ലോകത്ത് നടക്കുന്നുണ്ട്. അതായത് ഫ്രോസൺ ഫുഡിൻ്റെയും നാച്ചുറൽ ഫുഡിൻ്റെയും ഇതിൻ്റെ പറ്റിയിട്ടുള്ള വലിയ പഠനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്. ഇത് ശരിക്കും എന്താ പ്രോസസ് എന്ന് വെച്ചാൽ ഇതിൽ പ്രിസർവേറ്റീവ്സോ അഡിറ്റീവ്സോ ഇല്ല. അപ്പോൾ തന്നെ നമ്മുടെ പകുതി പ്രശ്നം തീർന്നില്ലേ? ഇത് 2 വർഷം ഇരിക്കാൻ വേണ്ടി പ്രിസർവേറ്റീവ് അല്ല ഉപയോഗിക്കുന്നത്. ഈ സാധനത്തിനെ -40 നമ്മൾ തണുപ്പിച്ച് കഴിയുമ്പോൾ ഇതിലെ മൈക്രോബ്സ് എല്ലാം ഡെഡായി പോകും. ഇതിൻ്റെ ടേസ്റ്റ് അവിടെ സെറ്റാവും. ഇനി നിങ്ങൾ 2 കൊല്ലം എന്ന് ഞങ്ങൾ വെറുതെ പറയുന്ന 10 കൊല്ലം കഴിഞ്ഞാലും ചീത്തയാവില്ല. ആ ടെമ്പറേച്ചർ വേരിയേഷൻ എവിടെ വെച്ച് സംഭവിക്കുന്നോ അവിടെ വെച്ചത് ചീത്തയാവും. സംഭവം മനസ്സിലായ? അതില്ല എങ്കിൽ 10 കൊല്ലം കഴിഞ്ഞാലും ഈ പ്രോഡക്റ്റ് കേടാവില്ല. കാരണം ഇത് കേടാവാതിരിക്കാൻ വേണ്ടി ഒന്നും ഞങ്ങൾ ചെയ്യുന്നില്ല, ഒന്നും വേണ്ട, സാധാ പാക്കിങ്. പക്ഷെ ഇതിൻ്റെ ഫ്രീസിങ് ആണ് ഇതിൻ്റെ ഈ പ്രിസർവേറ്റീവ് എന്ന് പറയുന്നത്. ഫ്രീസ് ചെയ്യുക, -40 ഫ്രീസ് ചെയ്താൽ അത് നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും. പിന്നെ ആ ഫ്രീസിങ് ടെമ്പറേച്ചറിൽ മാറ്റം വരുന്നില്ല, ഫ്രീസറിൽ തന്നെയാണ് ഇത് പോവുക. മനസ്സിലായില്ലേ? പിന്നെ ഇത് കുറച്ച് കോസ്റ്റ്ലി ആണിത്. ഈ ഇങ്ങനൊരു ഇൻഡസ്ട്രി പെട്ടെന്ന് തുടങ്ങാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പം വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ട ഒരു മേഖലയാണ്. പക്ഷേ ആ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്ന മേഖലയെ നമുക്ക് എന്ത് ചെയ്യുക, ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് തുടങ്ങാൻ പറ്റുമെന്നാണല്ലോ ഇപ്പോൾ ഞാൻ ഇത്രയും നേരം പറഞ്ഞത് അല്ലേ? ആർക്കെങ്കിലും സംശയം ഉണ്ടോ? അപ്പോൾ ഞാൻ പറയുന്നത് ആദ്യം നമുക്ക് വേണ്ടത് ഈ ഒരു മൈൻഡ് സെറ്റാണ്. ഇത് കിട്ടണമെങ്കിൽ നിരന്തരമായി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ബിസിനസ്സിനെ പറ്റിയുള്ള ഇത്തരം കാര്യങ്ങളെ പറ്റി കേൾക്കുകയും പറയുകയും ചെയ്ത് എന്ത് ചെയ്യേണ്ടി വരും? നമ്മളെ തന്നെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മളിപ്പോൾ ഒരു ചെടി നട്ടിട്ട് എപ്പോഴും പോയിട്ട് അതിനെ പൊക്കി നോക്കിക്കഴിഞ്ഞാൽ വളരുമല്ലോ. അപ്പോൾ ഇത് സമാധാനമായിട്ട് അതിനവിടെ നിർത്തിയിട്ട് കുറച്ച് വെള്ളം വളമൊക്കെ ഒഴിച്ചു കൊടുത്ത് അതിനൊന്ന് കുറച്ച് സമാധാനം കൊടുത്താൽ അത് അവിടെ നിന്നിട്ട് എന്ത് ചെയ്തോളും? അതൊരു ടൈം വരുമ്പോൾ നമുക്കതിൽ നിന്ന് ഫലം കിട്ടും.
അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി ആരെങ്കിലും എന്തെങ്കിലും തൊഴിലിൽ ഏർപ്പെട്ട് മാനസികമായി എന്തെങ്കിലും വിഷമിച്ച് പ്രയാസപ്പെട്ട് നിൽക്കണമെങ്കിൽ 1% നിങ്ങൾ ആരും എന്ത് ചെയ്യേണ്ട, പ്രയാസപ്പെടേണ്ട കാര്യമില്ല. നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും, ലോകം മുഴുവനും ബിസിനസ് എത്തിക്കാൻ പറ്റിയ വലിയ സാധ്യത നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ നമ്മൾ എവിടെയാണോ കൊടുക്കേണ്ടത് അവിടെ കൊണ്ടുപോയി എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ കൊടുക്കണം. അപ്പോൾ അതിന് നിങ്ങൾ ഓരോരുത്തരും ഇന്ന് വൈകുന്നേരം വരെ ഇവിടുത്തെ നിങ്ങളുടെ പൂർണ്ണമായ സമയം ഇവിടെ ചെലവഴിക്കുക. അതേപോലെ ക്ലബിൽ നിങ്ങൾ ഓരോരുത്തരും പറ്റുന്നിടത്തോളം സമയം ക്ലബിൽ എന്ത് ചെയ്യുക, അവിടെ വന്നതിൻ്റെ പേരിൽ ഞങ്ങളുടെ ആരെയും പദവി കൂടാനും പോണില്ല, ആരും വരാത്തതിൻ്റെ പേരിൽ ഞങ്ങളുടെ പദവി കുറയാനും പോണില്ല. നമ്മളും സമയം ഒഴിവാക്കിയെടുത്ത് ക്ലബിൽ വരുന്നത് നമുക്കും എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ക്ലിയർ കട്ട് കാര്യം പറയുന്നതാണ്, ഇതിൽ വേറെ ഒന്നുമില്ല. അപ്പം ഞങ്ങളിങ്ങനെ കുറേ ബിസിനസ്സുകാർ ഞങ്ങൾക്ക് തോന്നി നമ്മളൊക്കെ ഇത്ര കഷ്ടപ്പെട്ട് ബിസിനസ്സിൽ വന്ന ആൾക്കാരാണ്, നമ്മുടെ അടുത്ത ജനറേഷന് നമുക്കെന്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. നമ്മൾ മരിച്ചു പോകുന്ന ആൾക്കാരാണ്. നമ്മൾ മരിച്ചു പോയാലും നമ്മുടെ ഒരു ലെഗസി റിപ്പോർട്ട് എന്നുള്ള രീതിയിൽ ഈ ഒരു കൂട്ടായ്മേനെ വളർത്തിയാൽ നമ്മൾ പോയാലും നമ്മളെപ്പറ്റി പറയാൻ ലോകത്തുണ്ടാവും, ആളുകൾ ഉണ്ടാവും. പിന്നെ നമ്മളുടെ ഒരു വാക്കുകൊണ്ടോ ഞങ്ങളുടെ ഒരു കൂട്ടായ്മ കൊണ്ടോ ഏതെങ്കിലും കുറച്ച് ആളുകൾക്ക് അതിൻ്റെ ഒരു പ്രയോജനം കിട്ടിയാൽ ആ ഒരു നന്മയെ നമുക്ക് എന്ത് ചെയ്യും, ഇത് മാത്രമാണ് നമുക്ക് ലക്ഷ്യമുള്ളൂ. അതുകൊണ്ട് നമ്മൾ നല്ല ഇതായിട്ടിരിക്കുക. ആർക്കും സംരംഭം തുടങ്ങുക, അതിന് വലിയ ഫെസിലിറ്റി ഒന്നും ആവശ്യമില്ല. നമ്മുടെ വീടിൻ്റെ എവിടെ മതി, അടുക്കള മതി. ഇനി കുറച്ചുകൂടി വലുതായ കാർ പോർച്ചിലും പറ്റും. കുറച്ചുകൂടി വലുതായ നിങ്ങൾ അടുക്കളയിൽ നിന്ന് മാറ്റി കാർ പോർച്ചിന് ഉള്ള സ്ഥലത്തിനെ വൃത്തിയാക്കിക്കോ, അവിടെയും ചെയ്തോ. ഇതിനെല്ലാം നമ്മുടെ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ സംരംഭം തുടങ്ങാനും അതിൽ നിന്നും കുറച്ചുകൂടി വലുതായാൽ മാത്രം നിങ്ങൾ അടുത്ത സ്റ്റേജിലേക്ക് എന്തായാലും മതി. ഒരിക്കലും നമ്മൾ കാശ് കയ്യിൽ ഉണ്ടെങ്കിലും വലിയൊരു പ്രോജക്റ്റിലേക്ക് പോയിട്ട് പെട്ടെന്ന് ചാടുന്നേക്കാൾ നല്ലത് ചെറിയ ഒരു സംരംഭം തുടങ്ങി അതിനെ മനസ്സിലാക്കി സ്റ്റേജ് വൈസ് ഗ്രാജുവലി എന്ത് ചെയ്യുക, അതിനെ വളർത്തിക്കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും നമുക്ക് മാത്രമല്ല ആ ഒരു സംരംഭത്തിൽ വന്ന് ഒരുപാട് ആളുകൾക്ക് ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും പ്രയോജനം കിട്ടും. കുറേ പേർക്ക് തൊഴിൽ കിട്ടും, കുറേ പേരൊക്കെ ഇന്ന് ചക്ക എടുക്കുക, കുറേ പേര് ഇന്ന് മാങ്ങ എടുക്കുക, കുറേ പേര് ഇന്ന് പച്ചക്കറികൾ എടുക്കുക, മറ്റുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും എന്ത് ചെയ്യും, ഭയങ്കരമായിട്ട് പ്രയോജനപ്പെടുന്ന രീതിയിലേക്ക് അതിനെ മാറ്റാൻ കഴിയും. ഇപ്പോൾ നമ്മൾ പുതിയൊരു സംരംഭം ട്രോപ്പിക്കൽ റൂട്ട്സ് എന്നാണ് അതിന് പേര് വെച്ചിരിക്കുന്നത്. അതിൻ്റെ പ്രവർത്തനങ്ങളിലാണ് ഇപ്പോൾ ഉള്ളത്. ഒരു 5 മാസത്തിനുള്ളിൽ ഓപ്പൺ ചെയ്യാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് കുറച്ചുകൂടി കൂടുതലായിട്ട് വിദേശികൾക്ക് വരെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മളുടെ ടെൻഡർ ജാക്ക് ഫ്രൂട്ട് പോലത്തെ ഉൽപ്പന്നങ്ങളെ വിദേശികളുടെ ടേസ്റ്റിലേക്ക് മാറ്റിയിട്ട് മീറ്റിന് സബ്സ്റ്റിറ്റ്യൂട്ടാണ് ശരിക്കും ഇടിച്ചക്ക എന്ന് പറയുന്നത്. മീറ്റ് ഉപയോഗിക്കുന്ന എല്ലാ കാര്യത്തിലും സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് എന്ത് ചെയ്യാം, ഇടിച്ചക്ക ഉപയോഗിക്കാം. അതുപോലെ ധാരാളം വിഭവങ്ങൾ ഇങ്ങനെയുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ളൊരു വലിയ ശ്രമം ഇതിൻ്റെ പുറകിൽ എന്ത് ചെയ്യുന്നുണ്ട്. ഇതിലെല്ലാം ഉപരി അത് ഓരോ കൂട്ടായ്മയിലും കുറേ ആളുകൾക്ക് നമുക്ക് ജോലി കൊടുക്കാനുള്ള ഒരു ഭാഗ്യം നമുക്ക് കിട്ടും. മനസ്സിലായില്ലേ? അതേപോലെ നിങ്ങളെപ്പോലുള്ള ആളുകളെ നമുക്ക് ഇതേപോലെ ബിസിനസ്സിലേക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാൻ പറ്റും. അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ പറഞ്ഞു 60 പേര് എൻ്റെ അടുത്ത് വന്ന് ബിസിനസ്സിൻ്റെ കാര്യം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എന്നിൽ നിന്ന് അവർക്ക് എത്ര പ്രയോജനം കിട്ടിയോ അതിൻ്റെ 10 ഇരട്ടി പ്രയോജനം അവരിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. നമ്മളുടെ കയ്യിലുള്ള ഒരു അറിവിനെ ഒരാൾക്ക് പറഞ്ഞു കൊടുത്താൽ അതിൻ്റെ ഒരു 10 ഇരട്ടി നമുക്ക് എന്ത് ചെയ്യും, തിരിച്ചു കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പിന്നെ നമ്മളുടെ സെയിം ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് പോലും ബിസിനസ്സിനെ ഓപ്പണായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ആളാണ്. കാരണം ഇനി നിങ്ങളെല്ലാവരും കൂടി ഞാൻ ചെയ്യുന്ന ബിസിനസ് തുടങ്ങിയാലും എനിക്ക് കണക്കാക്കിയത് എനിക്ക് എന്ത് ചെയ്യും, എനിക്ക് കിട്ടും. എനിക്ക് കണക്കാക്കാത്ത എന്ത് ചെയ്യില്ല, എനിക്ക് കിട്ടൂല.